ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞു. ആ വെക്കേഷനും കഴിഞ്ഞിട്ട് മക്കളെല്ലാവരും സ്കൂളുകളിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവിടെ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് പേപ്പറുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റുകളും പേപ്പറുകൾ കിട്ടിയിട്ടില്ല എന്നറിയാം. എന്നിരുന്നാലും ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ പേപ്പറുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പാരൻസ് മീറ്റിങ്ങും നടക്കുന്നതാണ്. മക്കളെ, അതെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ? എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്? ഈസി ആയിരുന്നു? ടഫായിരുന്നു? മക്കളെല്ലാവരും കൃത്യമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്തേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേർ മക്കൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ 8-ലാണെങ്കിലും 9-ലാണെങ്കിലും 10-ലാണെങ്കിലും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, സാറേ എക്സാമിനേഷൻ ടഫായിരുന്നു എന്ന് പറയുന്നത്. ശരിക്കും എക്സാമിനേഷൻ അല്ലായിരുന്നു ടഫ്. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണുകളിൽ വന്ന വലിയൊരു മാറ്റമായിരുന്നു. ആ പാറ്റേണുകളിൽ വന്ന മാറ്റത്തെ മക്കൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളാരും പഠിക്കാത്ത മക്കളാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് അത് മനസ്സിലാക്കാത്ത മക്കളാണെന്നോ എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒപ്പീനിയൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഇത് ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ 2 കാരണങ്ങളാണുള്ളത്. ഓണം എക്സാമിനേഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മുടെ മുമ്പിൽ വരാനുള്ള വലിയൊരു എക്സാമിനേഷൻ ഉണ്ട്, ക്രിസ്മസ് എക്സാമിനേഷൻ. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേ സമയം തന്നെ ഈ ക്രിസ്മസിൻ്റെ ഡിസംബർ സമയത്ത് തന്നെ നമുക്ക് വരാനുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്, NMMS എക്സാമിനേഷൻ. മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 48,000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന എക്സാമിനേഷനാണ്. 48,000 എന്ന് പറയുന്ന ഡിജിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം 96,500 രൂപയുടെ നോട്ട് അങ്ങനെ പറഞ്ഞു തരണം. ചിലപ്പോൾ നമുക്ക് ഈ ചെറിയ ഡിജിറ്റുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും വലിയൊരു ഡിജിറ്റ്, അത്രയും വലിയൊരു എമൗണ്ട് മക്കളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു എക്സാമിനേഷനാണ് NMMS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നതും നമ്മുടെ 8ലെയും 7ലെയും ഒക്കെ കോണ്ടന്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിനേഷനും NMMS എക്സാമിനേഷനും വേണ്ടി ഇനി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ 2 പരീക്ഷയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഞാനൊരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടേ, ഈ സമയത്ത് നമ്മുടെ യോദ്ധ ബാച്ചിൻ്റെ പുതിയ ബാച്ചിനെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത എല്ലാ മക്കളും ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. കൂടാതെ തന്നെ അതിലും വലിയൊരു സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ NMMSൻ്റെ ബ്രഹ്മോസ് ബാച്ച് എല്ലാവർക്കും ഫ്രീ ആണ്. 8ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് സൈലം ഈ പ്രാവശ്യം കൊടുക്കാൻ പോകുന്നത്. ഈ ബ്രഹ്മോസ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ മക്കളും വേഗം തന്നെ സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യാം. NMMSൻ്റെ ബാച്ച് മക്കൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. യോദ്ധയുടെ ബാച്ചിൽ ചെറിയ ഫീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ ക്രിസ്മസ് എക്സാമിനേഷൻ നമുക്ക് അടിപൊളിയാക്കണം. അതേസമയം തന്നെ NMMS എക്സാമിനേഷൻ നമുക്ക് ക്വാളിഫൈ ചെയ്യണം.